ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സിമ്പിൾ ഡെസേർട്ടാണ് കേട്ടോ. കുറച്ച് ചവ്വരിയും പാലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണം. അപ്പോൾ താമസിക്കുന്നില്ല, നമുക്ക് നേരെ ഉള്ളിലേക്ക് തന്നെ പോവാം. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമുക്ക് അര കപ്പ് ചൗരി എടുത്ത് കുറച്ച് കുതിർക്കാനായിട്ട് വെക്കണം. അപ്പം ഞാനതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം ഇത് നികക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഇപ്പോൾ ദേ കുറച്ച് വെള്ളം ഉള്ളതുപോലെ നമുക്ക് തോന്നും. ഇതൊന്ന് അടച്ചിട്ട് ഒരു മണിക്കൂർ നമുക്കിങ്ങനെ അനക്കാതെ വെച്ചേക്കണേ. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ആ വെള്ളമൊക്കെ കുടിച്ച് നന്നായിട്ട് ചൗരിയൊക്കെ വീർത്ത് നല്ലോണം സോക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. അതിന് മുമ്പ് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിപ്പം ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂണൊക്കെ മതിയേ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മളിങ്ങനെ കുഴയ്ക്കുമ്പോഴത്തേക്കും ഭയങ്കര ലൂസായി പോയെന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് എടുക്കാം. കയ്യിൽ ഇച്ചിരി നെയ്മയം തൂത്തതിന് ശേഷം കുറച്ചായിട്ട് എടുത്ത് കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് അങ്ങനെ ഉരുട്ടിയിട്ട് നമുക്കതങ്ങ് മാറ്റി വെച്ചേക്കാമേ. ഭയങ്കര ലൂസായതുപോലെ തോന്നും, പക്ഷെ തണുക്കുമ്പോഴത്തേക്കും കുറച്ചങ്ങ് കട്ടിയായിട്ട് വന്നോളും. ഈ ഒരു ബോളിൻ്റെ വലിപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാക്കാം. കുറച്ചുകൂടി വലുതാക്കണമെങ്കിൽ ആക്കാം, ചെറുതാക്കണമെങ്കിൽ ആക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ അതേ നമ്മളിത് വേറൊരു പ്ലേറ്റിലേക്ക് ഞാനിതിങ്ങനെ കുറച്ചായിട്ട് എടുത്ത് വെക്കുവാണേ. അതൊക്കെ വെച്ച് അങ്ങോട്ട് മാറ്റി വെക്കുന്ന സമയം നമുക്ക് കുറച്ച് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ല ഫുൾ ഫാറ്റ് പാൽ തന്നെ വേണേ. നല്ല ഫാറ്റായിട്ടുള്ള പാലെടുത്തതിന് ശേഷം അതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരണം. പാൽപ്പൊടിയും കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ തന്നെ നല്ല ഫാറ്റായിട്ടുള്ള പാലും ഒക്കെ ആകുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തീ ഇങ്ങനെ സിമ്മിൽ വെച്ചിട്ടും മീഡിയത്തിൽ വെച്ചിട്ടൊക്കെ നമ്മളിങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കിലും അതുപോലെ തന്നെ പാൽപ്പൊടിയിലൊക്കെ അത്യാവശ്യം മധുരം ഉള്ളതാണ്. അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഉരുട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചവ്വരി ഓരോന്നായിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാമേ. അങ്ങനെ നമ്മൾ ചൗരി ഫുൾ ഇട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അത് ഇളക്കാൻ പോകരുത്. ചെറുതായിട്ടൊന്ന് ബോയിലായിട്ട് വന്നതിന് ശേഷം ഇളക്കിയാൽ മതി, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. അങ്ങനെ അതൊക്കെ ഒരു 5-10 മിനിറ്റ് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡർ എടുക്കാമേ. ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് കുറച്ച് പാലും കൂടി ചേർത്ത് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം അതും കൂടി നമുക്കിതിലേക്ക് അങ്ങ് പതിയെ അങ്ങ് ഒഴിച്ചു കൊടുക്കാമേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. വാച്ച് അവർ കുറച്ച് കുറവാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ മാർച്ച് കഴിയുമ്പോഴത്തേക്കും വാച്ച് അവർ കട്ടാവും. അങ്ങനെ ദേ നമുക്ക് ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പിസ്റ്റാച്ചിയോ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. ഈ ഒരു സംഭവം ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാനത് ഓൺലൈനിൽ നിന്ന് മേടിച്ചതായിരുന്നു, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. നട്ട്സ് കട്ടറാണ്, അടിപൊളി സംഭവമാണ് കേട്ടോ. നമുക്കിത് കുഞ്ഞായിട്ട് കത്തിയൊക്കെ വെച്ച് ചോപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കശുവണ്ടിപ്പരിപ്പായാലും ഉണക്കമുന്തിരി ആയാലും അതുപോലെ തന്നെ ഉണക്കമുന്തിരി ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. പിസ്ത ആയാലും ബദാം ആയാലും ഇതുപോലെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് കറക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ടൊക്കെ നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. കസ്റ്റാർഡ് പൗഡർ ഇട്ടതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് കുറുകി വരും. ചൗരി ബോൾസൊക്കെ അതിനകത്ത് ഇടന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടേ. ഇനി നമുക്കിതിൻ്റെ മധുരം എല്ലാം പാകത്തിലാണോ എന്ന് നോക്കാം. ഇനി നന്നായിട്ട് തണുപ്പിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ഇനി ഒരു 4 ഏലക്ക അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് കുരു മാത്രം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു ഡെസേർട്ടാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഈ ഒരു കടായിയുടെ ചുറ്റുപാടും ഇരിക്കുന്ന സംഭവം ചുരണ്ടി അങ്ങ് ഇട്ട് കൊടുക്കണേ. അതിനൊരു പ്രത്യേക ടേസ്റ്റാണേ. അങ്ങനെ ഞാനിപ്പം ഇതേപോലൊരു ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചൂടോടുകൂടി തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 8 മണിക്കൂർ വെച്ചതിന് ശേഷം ഒന്ന് സെറ്റാക്കി എടുക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് കൂടെ നമുക്ക് കുറച്ച് പിസ്റ്റാച്ചിയോ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിസ്ത തന്നെ വേണമെന്നില്ല കേട്ടോ. അതിന് പകരം കശുവണ്ടി പരിപ്പോ അല്ലെങ്കിൽ ബദാമോ ആയാലും മതി. ഒന്നും ഇട്ടില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കൊരു ക്ലിംഗ് റാപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് വേണം നമുക്കത് ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട്. ഒരു 4-5 മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ അത് സെറ്റായിട്ട് കിട്ടും.
അപ്പോൾ നമ്മുടെ വീഡിയോയും ഏകദേശം വൈൻഡപ്പ് ചെയ്യാറായിട്ട് വരുവാണ് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. എന്നിട്ട് ഇതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. കുറേ നല്ല നല്ല റെസിപ്പീസ് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതൊന്ന് കയറി കാണുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ള കാര്യം. അങ്ങനെ ഞാനിപ്പം 5 മണിക്കൂർ കഴിഞ്ഞപ്പം ഇതെടുത്തിട്ടുണ്ട്. നല്ലോണം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റെന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ ഒരു കൂട്ടിലേക്ക് നമ്മൾ കസ്റ്റാർഡ് പൗഡറും അതുപോലെ തന്നെ ഏലക്കയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് നിൽപ്പുണ്ടേ. അപ്പം നമ്മുടെ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യാറായി. വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.